നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം അവറുകൾ രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണത്തിലെ അധ്യായം 1 കരിനീലി മായ കൂളിവാക കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് പാരായണം ചെയ്യുന്നത്. 6-ാം ദിനം കേൾക്കുക. കൈലാസത്തിൽ വാവിട്ട് കരയുന്ന ഉണ്ണിഗണപതിയെ നോക്കി പാർവതി ദേവിയുടെ അരുമത്തോഴിയായ ദേവമാനസ ചിന്താധീനയായി നിന്നു. ദേവി പാർവതി എവിടെ പോയി എന്നായി ദേവമാനസയുടെ ചിന്തകൾ. എനിക്കാണ് ഇങ്ങനെയൊരു ശിവപുത്രൻ പിറന്നതെങ്കിൽ എത്രയോ ധർമ്മനിഷ്ഠയോടെ ഞാൻ എൻ്റെ പുത്രനെ പരിപാലിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ചിന്തകളിൽ ലയിച്ച ദേവമാനസ താനറിയാതെ തന്നെ വാവിട്ട് കരയുന്ന ശിവപുത്രനായ ഉണ്ണി ഗണപതിയെ തൻ്റെ കൈകളിൽ വാരിയെടുത്ത് താലോലിക്കുവാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുവന്ന ദേവി പാർവതി അതീവ സന്തുഷ്ടയായി. തൻ്റെ അരുമത്തോഴിയായ ദേവമാനസിയെ അനുഗ്രഹിച്ചു. നിന്റെ മനോസങ്കല്പം സഫലീകരിക്കട്ടെ. നീ ഉടൻ തന്നെ കുളിക്കുന്ത വനരാജാവായ കുക്കുന്ദരന്റെയും വനദേവതയായ വനശ്രീയുടെയും മകളായി പിറവിയെടുക്കും. അപ്പോൾ എൻ്റെ മായാചൈതന്യം നിന്നിൽ അന്തർലീനമാകും. ശിവപുത്രന്മാർക്ക് നീ ജന്മം നൽകും. നിന്റെ തന്നെ മായാരൂപമായ കൂളിവാകയിൽ ത്രിഗുണാത്മക ശക്തി ചൈതന്യങ്ങൾ ചേർന്ന കുക്ഷിശാസ്താവ് പിറവി ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും നിനക്ക് കലിയുഗത്തിൽ പുനഃപ്പിറവി ഉണ്ടായിരിക്കുന്നതായിരിക്കും. മാനവനും ഉഗ്രമാന്ത്രികനും കുലത്തിൽ താഴ്ന്നവനുമായ ചെക്കൻ ചേനൻ ചെറുപറയന്റെ ഉന്നത കുലജാതയായ കാനന ശ്രീയുടെയും മകളായി നീ വീണ്ടും പിറവിയെടുക്കും. അന്നു നീ 10,008 ചാത്തന്മാർക്ക് വളർത്തമ്മയാകും. ചാത്തന്മാർക്കും എല്ലാം തന്നെ തത്വാധിഷ്ഠിതരാകാം. ആദ്യ ശ്രീ കൈലാസൻ വാഴുക, അച്ഛൻ ശ്രീ പരമേശ്വരൻ വാഴുക, അമ്മ ശ്രീ പരമേശ്വരിയും വാഴുക, മംഗളമൂർത്തി ശ്രീ വിഘ്നേശ്വരൻ വാഴുക, സുരസേനാധിപതി ശ്രീ കാർത്തികേയൻ വാഴുക, സർവലോകാധിപതി ശ്രീ മഹാവിഷ്ണുമായ കുക്ഷിശാസ്താ സ്വാമിയും വാഴുക, അമ്മ ശ്രീ കൂളിവാക വാഴുക, സർവചരാചരങ്ങളും വാഴുക വാഴുക, ദൈവം വാഴുക, ഭൂമി മാതാവ് വാഴുക, ദേവഭൂമിയിൽ 6 കാല് പന്തലിട്ട് കോലം വരച്ച് സർവലോകാധിപതി ശ്രീ മഹാവിഷ്ണുമായ കുക്ഷിശാസ്താ സ്വാമിയെ കുറിച്ച് പാടി നടക്കുന്ന ദേവാശാന്മാരും വാഴുക.